ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. കാരണം ഞാൻ കുറേ നേരമായി ടേക്ക് എടുക്കുന്നു. അങ്ങനെ എനിക്ക് വയ്യാണ്ടായി. ഫുള്ള് തീയൊക്കെ കണ്ടോ, വേർത്ത് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാൻ ഇടാമെന്ന്. കാരണം എനിക്ക് ഒട്ടും വയ്യ, ഭയങ്കര ചൂടാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് 2 പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. മാർസിൻ്റെ പ്രോഡക്റ്റാണ് 2 ഉള്ളത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹൈലൈറ്റിൽ രേഷ്മാൻ്റെയും പിന്നെ അമ്മേൻ്റെയും ഒക്കെ കൂടെ പോയതായിരുന്നു. അങ്ങനെ ഹൈലൈറ്റിൽ പോയപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് മേടിച്ചു തരാൻ പറഞ്ഞു രേഷ്മാൻ്റി. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി കയ്യിൽ മൊത്തം എൻ്റെ ടെസ്റ്റ് ചെയ്തതായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ. എനിക്ക് വേണ്ടത് ഒരു ബ്രൗൺ കളറാണ്. അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് മാർസിൻ്റെ മതിയെന്ന്. അങ്ങനെ മാർസിൻ്റെയിൽ പോയി നോക്കിയപ്പോൾ ഹൈലൈറ്റിൽ കണ്ടത് ഞാൻ ക്രയോൺ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തു. ക്രയോൺ തന്നെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടതൊരു ബ്രൗൺ ഷെയ്ഡാണ്. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു ഷെയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പം ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 10 ആണ്. ഷെയ്ഡ് വരുന്നത് റോയാലിറ്റി എന്നാണ്. ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ഇതാണ്. ഇങ്ങനെ ഈ പുറത്ത് കാണുന്ന ഷെയ്ഡേ അല്ല, നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾ ബ്രൗൺ ഷെയ്ഡൊക്കെ തപ്പുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു കറക്റ്റ് ബ്രൗൺ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണ്. കാരണം എനിക്ക് കുറച്ചും കൂടി എന്നെ സ്യൂട്ട് ചെയ്യുന്നത് പോലെയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗൺ കളർ. അപ്പം ഞാൻ അങ്ങനെ മേടിച്ചതായിരുന്നു. ഇതിൻ്റെ ലിപ്പ് ലൈനർ നോക്കി എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ലിപ്പ് ലൈനർ നോക്കിയപ്പോൾ കിട്ടിയില്ല. ഇത് കുറച്ച് ഡ്രൈ ആണ്. അപ്പം ഇത് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പം അവിടുത്തെ സെയിൽസ് ഗേൾ തന്നെ പറഞ്ഞിരുന്നു എന്താ പറയുക, ഇതിൻ്റെ കൂടെ ലിപ്പിൽ ലിപ് ബാം ഇടണം എന്ന് ഫുൾ മറന്നുപോയി ഗൈസ്. അങ്ങനെ ലിപ്പ് ലൈനർ നോക്കിയപ്പോൾ ലിപ്പ് ലൈനർ കിട്ടിയില്ലല്ലോ. അങ്ങനെ ഇത് മേടിച്ചു. ഇതൊരു ആക്വാ സ്പ്ലാഷ് ടിൻറ്റഡ് ലിപ് ബാം ആണ് മാർസിൻ്റെ തന്നെ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. എനിക്കിത് ലിപ് ബാം ആണെന്ന് അറിയില്ലായിരുന്നു. ഇത് ഇട്ടപ്പോൾ തന്നെ എന്തൊരു ക്രീമി ടെക്സ്ചറാണ്. ഓ, ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എന്താ പറയുക, ഒരു ബട്ടർ ഫിനിഷിംഗ് ആയിരുന്നു ഇതിട്ടപ്പം. ഇതിൽ ഷിയ ബട്ടർ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്, ആൻഡ് കൊക്കോ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇതാണ്. ഞാൻ പെട്ട് വരെ പൊട്ടിച്ചില്ല, 2 പൊട്ടിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കാൻ തന്നെ തോന്നാത്തൊരു പാക്കേജിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എനിക്കറിയില്ല. എനിക്കറിയില്ല കേട്ടോ, റേറ്റ് എത്രയാണെന്ന് അറിയില്ല. നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുക, ആമസോണിലൊക്കെ കിട്ടും. ഞാൻ കുറേ ടേക്ക് എടുത്ത് ലാസ്റ്റ് ഞാൻ ചാർജിൽ കുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ താങ്ക് യു രേഷ്മാൻ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ക്രയോൺ ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചെന്നല്ലോ. ഇതും പിന്നെ ഈ ഒരു ക്രയോണുമാണ് ക്രയോൺ ലിപ്സ്റ്റിക്. സോ നിങ്ങൾ എന്തായാലും മേടിക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കുക. ഇത് മേടിക്കുമ്പോൾ എന്തായാലും ഒരു ലിപ് ബാം കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ച് ഡ്രൈ ആണ്. എനിക്ക് അറിയില്ല മാറ്റ് ആയതുകൊണ്ടാണോ എന്ന്. ഞാൻ മാറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ കൂടുതലും ക്രീമിയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇതിട്ടപ്പോൾ ആണ്. അപ്പം ഇത് ഇട്ടിട്ട് ഞാൻ കുറേ കോമ്പോസും ലിപ് ഗ്ലോസ് ഇട്ടിട്ടും ലിപ് ഗ്ലോസ് ഇടാണ്ട് അങ്ങനെ കുറേയൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്നേക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.